ഇങ്ങനെ ക്ലാസ്സിലാണ് ഞാൻ മനസ്സിലായത്. എനിക്കൊരു മെസ്സേജ് ഒക്കെ കാണാറുണ്ടല്ലോ. ഹരിതേ ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. കാര്യം ഹരിതയുടെ ഇടയ്ക്ക് ഒരു മെസ്സേജും തമ്പുകളൊക്കെ ഇടാറുണ്ട്. ഇന്നലെ കണ്ടില്ല. മനസ്സിലായി ക്ലാസ്സിൽ പോയിരുന്നു മാം. ദൂരെ ഒരു അമ്പലത്തിൽ പോയിരുന്നു ഫാമിലി ആയിട്ട്. അമ്പലത്തിൽ പോയോ? പൗർണമിക്കാവ്. രാവിലെ പിന്നെ ക്ലാസ്സിൽ കയറാൻ ഉച്ചയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ, അതിനിടയ്ക്ക് കയറാഞ്ഞത്. ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നു. ഇപ്പം അത് ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അത് പിന്നെ മാം ക്ലിയർ ചെയ്ത് തന്നാൽ മതി. പിന്നെ എങ്ങാനും ചെയ്ത് തന്നാൽ മതി. എന്തായിരുന്നു ഡൗട്ട്സ് ചോദിച്ചോളൂ. ഓക്കെ മാം. അതിലാ ഫങ്ഷൻസ് ഇല്ലേ മറ്റേ ഫ്ലോ ചാർട്ട് മോഡുലർ 2 ഫ്ലോ ചാർട്ടിന് താഴെ ഇല്ലേ? ഫ്ലോ ചാർട്ടിന് താഴെ വരുന്ന ഒരു ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഡ്രഗ് താഴെ വരുന്നേ ഫങ്ഷൻസ്. കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഫങ്ഷൻസ് അതിലേതാണ്? അതിലാ പിന്നെ 5ാമത്തെ പോയിന്റ് മാം. പോളിസി ഫോമിംഗ് ആണോ? പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി അല്ലേ? ആൻഡ് മോണിറ്ററിംഗ് അതല്ലേ? അതന്നെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണ് ഫാർമസി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. കമ്മിറ്റിയാണ്. കമ്മിറ്റി പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരു ഫാർമസി പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള പോളിസികള്, നയങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത് ആരാണ്? കമ്മിറ്റിയാണ്. ഓക്കെ. പോളിസികള് ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങള് ഫോം ചെയ്യുന്നത് ആരാണ്? കമ്മിറ്റിയാണ്. അങ്ങനെ പോളിസികൾ ഫോം ചെയ്യുന്നത് മാത്രമല്ല, ആ ഫോം ചെയ്യുന്ന പോളിസികള് നടപ്പിലാക്കി അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, അത് നിരീക്ഷിക്കണം. പോളിസികളൊക്കെ പ്രോപ്പർ ആയിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. പിന്നെ ഇതാണ് ഡൗട്ട്. പിന്നെ മാം മറ്റേ ഹോസ്പിറ്റൽ ഫോർമുല 4 പോയിന്റ്, ഹോസ്പിറ്റൽ ഫോർമുലറി 4 പോയിന്റ്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറയാമോ? 4 പോയിന്റ്സ് അത് മനസ്സിലായില്ല. ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നതല്ല, അതായത് ഒരു ഡോക്ടർ രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും നമുക്ക് ഒരു കാരണവശാലും ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ചിലപ്പോ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് അവർ എഴുതി തരുന്ന ചില മരുന്നുകൾ മാത്രമേ നമുക്ക് ആ ഫാർമസിയിൽ കിട്ടുള്ളൂ. ചില മരുന്നുകൾ ആ ഫാർമസിയിൽ ഉണ്ടാവില്ല. അവരെന്ത് പറയും? പുറത്തുനിന്ന് പോയി എടുത്ത് വാങ്ങിക്കോളാൻ പറയും അല്ലെ? അതാണ് അവിടെ ആ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഡോക്ടേഴ്സ് ഒരു രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും ഒരുപക്ഷെ ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ ഈ ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത് രണ്ടാമത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയാണ് എന്ത് തയ്യാറാക്കുന്നത്? ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത്. ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനായിട്ട് അംഗീകൃതമായിട്ടുള്ള ഒരു മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റാണ് നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. ആ ലിസ്റ്റ് ആരാണ് തയ്യാറാക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ ആ ലിസ്റ്റ് വെറുതെ ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ മാത്രമല്ല, അതിനകത്തുള്ള ഓരോ മെഡിസിന്റെയും ഇൻഫർമേഷൻസ്, വിവരങ്ങൾ ഉൾപ്പെടെയാണ് ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മനസ്സിലായോ? ഓരോ മരുന്നുകൾ എന്താണെന്നും അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം, അതിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ആ ഒരു മെഡിസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉൾപ്പെടെയാണ് നമ്മളൊരു ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് റെഗുലർ ആയിട്ട് അവര് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റിലുള്ള മരുന്നുകളുടെ അപ്ഡേഷൻസുകൾ ചെയ്യാനായിട്ട്. ആ മരുന്നുകളിലൊക്കെ മരുന്നുകൾ ഏതൊക്കെയാണ്, പുതിയ മരുന്നുകൾ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ പഴയ വല്ല മരുന്നുകൾ എടുത്തു മാറ്റണോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഓക്കെ. അതാണ് രണ്ടാമത്തേത് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ കാര്യത്തിൽ പറയുന്നത് ഈ ഡ്രഗ് ഫോർമുലറിയുടെ ബെനിഫിറ്റ് ആർക്കാണ്? ഈ ഡ്രഗ് ഫോർമുലറി നമ്മൾ എന്തിനെങ്ങനെ പ്രിപ്പയർ ചെയ്യും? നമ്മൾ മീൻസ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആർക്കാ കിട്ടുന്നത്? ഡോക്ടേഴ്സിനാണ്. ഡോക്ടേഴ്സിന് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതായത് ഒരു രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഏതൊക്കെ മരുന്നുകൾ ആ ഫാർമസിയിൽ ലഭ്യമാണ് എന്ന് അവരെ കണ്ടെത്താൻ സഹായിക്കുന്നത്
ഡ്രഗ് ഫോർമുലറി ആണ്. ഫോർമുലറി ആർക്ക് കൊടുക്കും? ഈ പറയുന്ന ഡോക്ടേഴ്സിന് കൊടുക്കും. അപ്പൊ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ ഉണ്ട് എന്നുള്ളത് ഡോക്ടർക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ടാവാം, പേഷ്യൻസിന് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവാം കേട്ടോ. അതോടൊപ്പം തന്നെ ചില മരുന്നുകള് നമ്മൾ എന്ത് ചെയ്യും, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടാവും. നമ്മൾ ഒരേ സമയം തന്നെ എടുക്കുന്ന ചില മരുന്നുകള് എന്താണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഒരു മരുന്ന് മറ്റൊന്നിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ. ഓക്കെ, അത്തരത്തിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യണില്ല എന്ന് ഉറപ്പാക്കാനും ഡോക്ടറിനെ സഹായിക്കുന്നത് ഡ്രഗ് ഫോർമുലറിയാണ്. ഓക്കെ, പിന്നെ നാലാമത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എങ്ങനെയാണ് ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത്? അതായത് ആ ലിസ്റ്റിൽ എങ്ങനെയാണ് അവർ മരുന്നുകൾ ഉൾപ്പെടുത്തുന്നത്? 4 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട്. ഒന്ന് ഇഫക്റ്റീവ്നെസ്, ആ മരുന്നിന്റെ ഫലപ്രാപ്തി. രണ്ടാമത്തത് കോസ്റ്റ്, ആ മരുന്നിന്റെ വില ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പിന്നെ നീഡ് ഫോർ ദ ഈച്ച് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ, ആ ഒരു ഹോസ്പിറ്റൽ ആ മരുന്നിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ആവശ്യകതയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഡ്രഗ് ഫോർമുലറിയിൽ എന്ത് ചെയ്യുന്നത്, കമ്മിറ്റി ഈ പറയുന്ന മരുന്നുകൾ ഏതൊക്കെ വേണം എന്ന് തീരുമാനിക്കും. ഓക്കെ, ഇത്രയാണ് അതിന്റെ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ മാം, ഓക്കെ ഓക്കെ മാം. താഴത്തെ പറയാമോ? അവിടെ പറയാമോ മാം? അത് നമുക്ക് ഇന്ന് ഒന്നുകൂടെ പറയാം കേട്ടോ. ഇന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ വരെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഓർമ്മ ചെയ്യാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇൻജക്റ്റിംഗ് ഓഫ് ഡ്രഗ്സിന്റെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇൻജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിക്വസ്റ്റ് ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. സപ്ലൈസിൽ നിന്ന് നമ്മൾ മരുന്നുകൾ റിക്വസ്റ്റ് ചെയ്യാണ്, വാങ്ങുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻജക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു. ആ പോയിന്റ്, അതായത് ഏതൊരു ഹോസ്പിറ്റലിനും 250 മുതൽ 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി നിർബന്ധമായിട്ടും എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇന്നലെ പറഞ്ഞ പോയിന്റ് എന്താണ്? ദ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 beds. അതായത് ഏതൊരു ഹോസ്പിറ്റലിനും ഒരു 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ പറയുന്നത്, എപ്പോഴും നമ്മൾ മരുന്നുകൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ അതിന്റെ സേഫ്റ്റി ആയിട്ടുള്ള സ്റ്റോക്ക് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ചില മരുന്നുകള് നമുക്ക് എന്ത് ചെയ്യണം, 1000 യൂണിറ്റ് മരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് നമ്മുടെ ഫാർമസിയിൽ 1000 യൂണിറ്റ് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ ആ മരുന്നിന് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന മരുന്നാണ്. അപ്പൊ ഡെയിലി അത് സെൽ ചെയ്തു പോകുന്ന മരുന്നാണ്. അപ്പൊ 1000 900 ആയി, 900 800 ആയി, 800 700 ആയി, 600 ആയി. ഈ 600 എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ്. അതായത് മരുന്നുണ്ട്, പക്ഷെ ആ സേഫ്റ്റി സ്റ്റോക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ മരുന്നിന്റെ ഡിമാൻഡ് മനസ്സിലാക്കി അപ്പൊ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം. കാര്യം എന്താണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മരുന്നുകൾക്കുള്ള ഓർഡർ എപ്പോഴും കൊടുത്തിരിക്കണം. നമ്മൾ വിചാരിക്കുക 600 എണ്ണം ഉണ്ടല്ലോ, കുറെ കൂടെ കുറഞ്ഞിട്ട് പോയി ഓർഡർ കൊടുത്താൽ മതി, അങ്ങനെ വിചാരിക്കരുത്. കാര്യം ഡിമാൻഡുള്ള മരുന്നാണ്. നമ്മളിപ്പോ ഓർഡർ കൊടുത്താലും ഉടനടി നമുക്ക് മരുന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല, മനസ്സിലായി? സമയം എടുക്കും. മരുന്ന് കിട്ടിക്കഴിഞ്ഞാലും ഉടനെ നമുക്കത് സെൽ ചെയ്യാൻ പറ്റില്ല. കാര്യം അതിന്റെ ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്കത് സെൽ ചെയ്യാൻ. അത്രയും സമയം എടുക്കും. അപ്പൊ എപ്പോഴും ഒരു സേഫ്റ്റി സ്റ്റോക്ക് നിലനിൽക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ മരുന്നിന്റെ ഡിമാൻഡ് മനസ്സിലാക്കി എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കണം. അതാണ് രണ്ടാമത് പറഞ്ഞത് കേട്ടോ. മൂന്നാമത് പറഞ്ഞത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അത് ഇങ്ങനെ അത് പറഞ്ഞതാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് ഓവർ സ്റ്റോക്കിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? കളവ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു സാധനം നമ്മൾ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ചിലപ്പോൾ അതിൽ നിന്ന് 1 2 എണ്ണമൊക്കെ മിസ്സാവാനോ അല്ലെങ്കിൽ കളവ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഫോളോ ചെയ്തിരിക്കുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞത് ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്.
നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. സേഫ്റ്റി സ്റ്റോക്ക്, അതായത് ഇപ്പോഴും ഒരു ക്രിട്ടിക്കൽ ലെവലിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം. അത് തീരെ കുറയാൻ കാത്തു നിന്ന് നമ്മൾ ഓർഡർ കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ, ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്തുണ്ടാവും? സ്റ്റോക്ക് ഔട്ട് ആയി പോകും, മരുന്ന് തീർന്നു പോകും, ആവശ്യം വരുമ്പോൾ മരുന്ന് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സാഹചര്യം വരും. അപ്പൊ ആ ഒരു ക്രിട്ടിക്കൽ ലെവല് എത്തുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഓർഡർ കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടൻറ്റ് ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൺ. ഇനി ചില മരുന്നുകൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളുണ്ട്, ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടാനുണ്ടാകില്ല, പുറത്തുനിന്നോ അല്ലെങ്കിൽ വിദേശത്തുനിന്നോ മറ്റുമൊക്കെ നമുക്ക് ലഭിക്കേണ്ട ചില മരുന്നുകളുണ്ടാവും. അപ്പൊ അത്തരം മരുന്നുകൾക്കൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ആ സമയം കണക്കാക്കി തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം. കാര്യം പുറത്തുനിന്ന് വരാനുള്ള മരുന്നാണ് അല്ലെ, പുറത്തുനിന്ന് വരേണ്ട മരുന്നാണ്. പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന മരുന്നുകളാണെങ്കിൽ സമയം എടുക്കും അല്ലെ. നമ്മൾ ഓർഡർ കൊടുത്ത് അത് വന്ന് അതിന് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ഇവിടെ സെല് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പൊ ആ ഒരു സമയം കൂടെ നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകൾ ഓർഡർ കൊടുക്കാനായിട്ട്. ഓക്കെ, ദെൻ വരുന്നത് റെസീപ്റ്റ് ഓഫ് ഡ്രഗ്സ്. നമ്മൾ മരുന്നുകളുടെ സപ്ലൈസിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിന്റെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് റെസീപ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഓർഡർ കൊടുക്കുന്നതും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള, പിന്നെ അതിന്റെ പണം അയക്കുന്നതും മറ്റുമായിട്ടുള്ള എല്ലാ റെസീപ്റ്റുകളും കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കണം. അതുപോലെ അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. വരുന്ന എല്ലാ മരുന്നുകളും നമ്മൾ ഉടനെ ഡിസൈഡ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, എന്ത് ചെയ്യും? നമ്മള് ചെക്ക് ചെയ്യും അല്ലെ, അത് പരിശോധിക്കണം, അതിന്റെ ഡേറ്റ് നോക്കണം, അതിന്റെ ബാച്ച് നമ്പർ നോക്കണം, ക്വാണ്ടിറ്റി നോക്കണം, ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അത് രോഗികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് മരുന്ന് കൊണ്ടുവന്ന ഉടനെ തന്നെ അത് ഫാർമസിയിൽ കൊണ്ടുവച്ച ഉടനെ നമ്മൾ അത് പേഷ്യൻസിന് വിതരണം ചെയ്യുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എക്സ്പയറി ഡേറ്റും ബാച്ച് നമ്പറും ഇതെല്ലാം തന്നെ നമ്മൾ അവിടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ലാബ് ഫോർ ക്വാളിറ്റി ടെസ്റ്റിംഗ്. അതുപോലെ നമ്മൾ ഈ വരുന്ന മരുന്നുകൾ ഉണ്ടല്ലോ, സാമ്പിൾസുകൾ, ഡ്രഗ്സുകൾ, അതിന് റാൻഡം ആയിട്ട് നമ്മൾ സാമ്പിൾസ് എടുക്കണം. പെട്ടെന്ന് നമ്മൾ സാമ്പിൾസുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ലാബിലേക്ക് അയച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നു. ദെൻ അടുത്തത് എന്താണ്? ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാബ് ടെസ്റ്റ്. ഇനി ഏതെങ്കിലും മരുന്നുകൾ നമുക്ക് എത്തിച്ചു തരുന്നതിൽ ഏതെങ്കിലും മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട്, നിലവാരം കുറഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ അത് ശരിയായ ലാബ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അത് വളരെ സിമ്പിൾ സെന്റൻസിൽ ഞാൻ പറഞ്ഞു. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. മൊത്തത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി, മിതമായ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, എക്സാമ്പിൾ അടക്കം ഞാൻ പറഞ്ഞതാണ് എന്തിനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ ഓർഡർ കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കുറയ്ക്കാന്ന് വെച്ചാൽ കൂടാതെ നോക്കാൻ പറ്റും, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വരാതെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമ്മളൊരു മരുന്നുകൾ ഇന്റന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന റെക്കോർഡുകളും രജിസ്റ്ററുകളും ഏതൊക്കെയാണ് കേട്ടോ? റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കേട്ടോ, ശ്രദ്ധിക്കുക. അവിടെ ഓരോ, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, ഒരു ഫാർമസിയിൽ ഏതൊക്കെ റെക്കോർഡുകളും എന്തൊക്കെ രജിസ്റ്ററുകളാണ് നമ്മളൊരു ഫാർമസിയിൽ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ആ റെക്കോർഡ് എന്താണ്, ഈ റെക്കോർഡ് എന്താണ്, അങ്ങനെയൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഒരു ഫാർമസിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സുകളും രജിസ്റ്ററുകളും ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ്
ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ഇതാണ് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. അതായത് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുവെ കണക്ക് പുസ്തകം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവിധ തരത്തിൽപ്പെട്ട മരുന്നുകളുടെ സ്റ്റോക്കുകൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകളാണ് കേട്ടോ. ഓക്കെ, ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, പലതരത്തിലുള്ള മരുന്നുകളുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ജനറൽ ഡ്രഗ്സുകൾ ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സുകൾ ഉണ്ട്. അതുപോലെ നമ്മൾ പഠിച്ചില്ലേ റേഡിയോ ഐസോട്ടോപ്സ്, അത്തരം മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സുകൾ, പലതരത്തിൽപ്പെട്ട ഡ്രഗ്സുകളുടെ സ്റ്റോക്ക്, എത്ര സ്റ്റോക്ക് ഉണ്ട് ഓരോ മരുന്നുകളും, അതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജേഴ്സ്. ലെഡ്ജേഴ്സ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്ന കണക്ക് പുസ്തക റെക്കോർഡാണ് കേട്ടോ. ഓക്കെ, സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. രണ്ടാമത്തത് ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ഇന്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്റന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിക്വസ്റ്റ് ചെയ്യാം, അല്ലെ? ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ, നമ്മൾ ഇന്റന്റ് ചെയ്യുന്ന, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു മരുന്നുകളും, ഏതൊക്കെ ഓർഡർ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ മരുന്നുകൾക്ക് നമ്മൾ ഇന്റന്റ് കൊടുക്കുന്നുണ്ട്, റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അതിന്റെ റിസീപ്റ്റ് വൗച്ചർ, നമ്മളത് സ്വീകരിച്ച് നമ്മൾ ഓർഡർ കൊടുത്ത് അവര് നമുക്ക് മരുന്ന് എത്തിച്ചു തരുമ്പോൾ അതിന്റെ റിസീപ്റ്റും കാര്യങ്ങളും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ രേഖകളും നമ്മൾ അവിടെ സൂക്ഷിക്കും. കാര്യം ഇത് കൃത്യമായിട്ടിരിക്കണം. നമ്മൾ എത്ര ഓർഡർ കൊടുത്തു, എത്ര മരുന്നുകൾക്ക് ഓർഡർ കൊടുത്തു, അവർ എത്ര മരുന്ന് നമുക്ക് എത്തിച്ചു തന്നു, അതിന്റെ പണമിടപാടുകൾ, അല്ലെ, ഇതെല്ലാം അവിടെ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതാണ് ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. മൂന്നാമത്തത് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു ഈ കൊണ്ടുവരുന്ന മരുന്നുകള് അപ്പാടെ നമ്മൾ എടുത്ത് പേഷ്യൻസിന് കൊടുക്കുന്നില്ല, അതിന് ഇൻസ്പെക്ഷൻ നടത്തണം, അല്ലെ, പരിശോധന നടത്തണം. നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ക്വാണ്ടിറ്റി, ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെ. ആ ഇൻസ്പെക്ഷൻ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അതാണ് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കേട്ടോ. മരുന്നുകളുടെ പരിശോധന റിപ്പോർട്ടുകൾ. ഓക്കെ, അതൊരു ഫാർമസിയിൽ നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്. ഇതാണ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്. എന്താണ് ഇൻഡെക്സ് രജിസ്റ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് ഒരു ഇൻഡെക്സ് പേജ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ് കണ്ടിട്ടില്ലേ? ആ ഒരു ബുക്കിനകത്ത് എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു ഇൻഡെക്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. അതുപോലെ തന്നെയാണ് ആ ഒരു ഫാർമസിയിൽ കീപ്പ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് മരുന്നുകളാണ്, അത് ഉള്ളടക്കം. അതെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻഡെക്സ് രജിസ്റ്റർ ആ ഒരു ഫാർമസിക്കകത്ത് ഏതൊക്കെ മരുന്നുകളുണ്ട്, എന്തൊക്കെ മരുന്നുകളുണ്ട് എന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെ. ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ ബിൽ കാർഡ് കേട്ടോ. ഒരു ബിൽ കാർഡ് ആണ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്. എന്താണ് ബിൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബിൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇറ്റ്സ് ദ റെക്കോർഡ് ഓഫ് ദ മൂവ്മെന്റ്സ് ഓഫ് ഡ്രഗ്സ്. നമ്മൾ ഈ മരുന്നുകളുടെ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡാണ്. മരുന്നുകളുടെ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, എത്ര മരുന്നുകൾ നമ്മൾ എത്ര ഓർഡർ കൊടുക്കുന്നുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഓർഡർ കൊടുക്കുന്നുണ്ട്, അവരെത്ര എത്തിച്ചു തരുന്നുണ്ട്, അതിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ സെൽ ചെയ്യുന്നുണ്ട്, ബാക്കി എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ ഒരു മരുന്നിന്റെ ഒരു മൂവ്മെന്റ്സ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനുമായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് മരുന്നുകളുടെ ആ ഒരു ട്രാക്ക് ചെയ്യാൻ, മെഡിസിൻസിന്റെ മൂവ്മെന്റ്സ്, ഓക്കെ, ആ ഒരു മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് ആ ബിൽ കാർഡിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ആ പിക്ചർ കണ്ടോ? ഇതാണ് ബിൽ കാർഡ് കേട്ടോ. ഓക്കെ, ബിൽ കാർഡ് അതിപ്പോ മാനുവലി ഉള്ള ബിൽ കാർഡ് ഉണ്ട്, അല്ലാതെ നമുക്ക് സിസ്റ്റത്തിലും ഇത് ബിൽ കാർഡ് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നോക്കുക, ബിൽ കാർഡ് കണ്ടോ? ബിൽ നമ്പർ, മെറ്റീരിയൽ, അതിന്റെ കോഡ് നമ്പർ, മാക്സിമം ക്വാണ്ടിറ്റി, ഓർഡറിംഗ് ലെവൽ എത്രയാണ്, മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്, സ്റ്റോർസ് ലെഡ്ജർ ഫോളിയോ. അതുപോലെ നോക്കുക, കണ്ടോ? ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ റിസീവ് ചെയ്തു, ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, അതിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പുറത്തേക്ക് ഇഷ്യൂ ചെയ്തു, പേഷ്യൻസിന് കൊടുത്തു, ബാലൻസ് എത്രയുണ്ട്, കണ്ടോ? അതുപോലെ റിമാർക്സ് കണ്ടോ? ഇതിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഓരോ മരുന്നുകൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ മേടിച്ചിരുന്നു, എത്ര എണ്ണം അതിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ബാലൻസ് ഇനി എത്ര മരുന്നുകളുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പൊ ഈ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ ഏതൊക്കെ മരുന്നുകൾ കുറവായിട്ടുണ്ടോ, ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഉടനടി എന്ത് കൊടുക്കണം? ഓർഡർ കൊടുക്കണം.
അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു ഡ്രഗിന്റെ മൂവ്മെന്റ്സ്, അതിന്റെ സ്റ്റോക്ക് കേട്ടോ, അതിന്റെ സ്റ്റോക്ക് മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും നമ്മെ സഹായിക്കുന്ന ഒരു റെക്കോർഡാണ് ഇത് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ബിൻ കാർഡ് ഓരോ ഡ്രഗ്സിനും ഉണ്ടാവും കേട്ടോ. ഓരോ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിന് നമ്മൾ ബിൻ കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പൊ എണ്ണി ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ മരുന്ന് എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതിൽ എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ബാലൻസ് എത്രയുണ്ട്, ഇനി അതിന്റെ സ്റ്റോക്ക് കുറഞ്ഞോ, അല്ലെങ്കിൽ നിലവിലെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ കൊടുക്കണം. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ബിൻ കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരം ബിൻ കാർഡുകൾ എവിടെ സൂക്ഷിച്ചിട്ട്, ബിൻ കാർഡ് നമുക്ക് എന്തിനെയാണ് കാണിക്കുന്നത്, സ്റ്റോക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡെപിക്ട് ചെയ്യുന്നു അല്ലെ. ആ സ്റ്റോക്കാണ് നമുക്ക് കാണിച്ചത്, എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ബിൻ കാർഡിലൂടെയാണ്. ഓക്കെ, അത്തരം ബിൻ കാർഡുകൾ ഫാർമസിയിലുണ്ട്. പിന്നെ എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റ് രജിസ്റ്ററിൽ സൂക്ഷിച്ചിരിക്കണം. അതുപോലെ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, അതായത് നമുക്കറിയാം മരുന്നുകളാണ്, അതിനതിൻ്റെതായ ചില അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. പ്രതികൂലമായിട്ടുള്ള ചില റിയാക്ഷൻസുകൾ ഉണ്ടാകും ചില മരുന്നുകൾക്ക്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മെഡിസിൻസിന് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, ചില മരുന്നുകള് ചില പേഷ്യൻസിന് പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മൾ വിവിധ സപ്ലയേഴ്സും യൂണിറ്റ്സുകളുമായിട്ടുള്ള ആ ഒരു ഇടപാടുകള്, കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ. അതായത് മരുന്നുകൾ വാങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ പല പല സപ്ലയേഴ്സ് യൂണിറ്റ്സുകളൊക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ, ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പണം അയക്കുന്നതുമായിട്ടാണ് കേട്ടോ. നമ്മളിപ്പോ മരുന്നുകളൊക്കെ സപ്ലൈ ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ അതിന് പണം അടയ്ക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന പണം അയക്കുന്നതുമായിട്ട്, ഈ പറയുന്ന സപ്ലൈസും യൂണിറ്റ്സും ഒക്കെ ആയിട്ട് പണം അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കണക്കും കാര്യങ്ങളും ഓക്കെ, അത് ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ലെഡ്ജർ അക്കൗണ്ട് കേട്ടോ. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. ഓക്കെ, അടുത്തത് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. എന്താണ് ഡിനൻസിയേഷൻ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അർത്ഥം അറിയോ? നിരാകരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പൊ കൊണ്ടുവരുന്ന മരുന്നുകള്, ഈ മെഡിസിൻസുകളെല്ലാം തന്നെ നമുക്ക് ചിലപ്പോൾ ഉപയോഗപ്രദമാവണം എന്നില്ല. കാര്യം എന്താണ്, നമ്മൾ ഈ ഓർഡർ ചെയ്ത് വരുത്തുന്ന മരുന്നുകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും അല്ലെ. അതിന്റെ ക്വാണ്ടിറ്റി നോക്കും, ക്വാളിറ്റി നോക്കും, എക്സ്പയറി ഡേറ്റ് നോക്കും, അതിന്റെ ബാച്ച് നമ്പർ നോക്കും അല്ലെ. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മളിപ്പോ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും മരുന്നുകൾ ഇപ്പൊ സബ്സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല്, നിലവാരം കുറഞ്ഞതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നോൺ കൺസ്യൂമബിൾ ആയി പോകും, അതായത് നമുക്ക് ഉപയോഗപ്രദമല്ലാതെ പോകും. ചിലപ്പോ നമ്മള് എന്താണ് മരുന്നുകൾ ചിലപ്പോ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാം അല്ലെ. ഇപ്പൊ ഡാമേജ് സംഭവിച്ച് ചിലപ്പോൾ മരുന്നുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി കൊണ്ടുവരുന്ന മരുന്നുകളിൽ എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വല്ല മരുന്നുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, കാര്യം ഇതൊക്കെ നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ കൂടിയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടോ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിന്റെ പ്രോബ്ലം കാരണമുണ്ടോ, അല്ലെങ്കിൽ വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാത്തത് മൂലമൊക്കെ ചിലപ്പോൾ ചില മരുന്നുകളെങ്കിലും നമുക്ക് എന്ത് ചെയ്യപ്പെടാം, ഉപയോഗപ്രദമല്ലാതെ വരാം അല്ലെ. അങ്ങനെ നമുക്ക് ഉപയോഗപ്രദമല്ലാതെ വരുന്ന നോൺ കൺസ്യൂമബിൾ ആയിട്ട് പോകുന്ന മരുന്നുകളുടെ റെക്കോർഡാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിരാകരിക്കേണ്ടി വരും. കാര്യം എന്താണ്, നമുക്കത് ഉപയോഗപ്രദമല്ലാത്തതാണ്. അപ്പൊ അതങ്ങനെ എത്ര മരുന്നുകൾ അവിടെ നോൺ കൺസ്യൂമബിൾസുമായിട്ട് ബന്ധപ്പെട്ട ഉപയോഗപ്രദമല്ലാതെ പോയ എത്ര മരുന്നുകളുടെ റെക്കോർഡുകൾ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഇത്ര മരുന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാര്യം അതിന്റെ ക്വാളിറ്റി കുറവുണ്ട്, ഡാമേജ് സംഭവിച്ചു, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത്രയും യൂണിറ്റ് മരുന്നുകൾ, ഇന്ന മരുന്നുകൾ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ആദർപ്പ് സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡ്, അതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് കേട്ടോ.
ദെൻ കൺസ്യൂമബിൾസ്. കൺസ്യൂമബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നതിന് പിന്നെ ഓൾറെഡി എന്തായാലും റെക്കോർഡ് ഉപയോഗിക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കും. ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡാണ്. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, അതായത് ഒരു വാർഷിക സ്റ്റോക്ക് സ്ഥിരീകരണ റിപ്പോർട്ട് നമ്മളിവിടെ റെക്കോർഡ് ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കുന്നു. ഒരു വർഷം, ഒരു ഇയറിൽ നമ്മൾ എത്ര സ്റ്റോക്ക് അവിടെ എടുത്തിട്ടുണ്ട്, അതുപോലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മള് ഉപയോഗിക്കാത്തതാണ് അല്ലെ, സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പൊ ഒരു വർഷത്തില് നമ്മൾ ആ ഒരു സ്റ്റോക്ക് സ്ഥിരീകരണ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. എത്ര മരുന്നുകൾ ഉപയോഗിച്ചു, ബാക്കി എത്ര സ്റ്റോക്ക് ഉണ്ട്, ഒരു വർഷത്തേക്ക് എത്ര എണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി. ഫോർമുലറി അറിയാലോ, ദാറ്റ് മീൻസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന് ഉപയോഗിക്കാൻ അംഗീകൃതമായിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ്, അത് ഹോസ്പിറ്റൽ ഫോർമുലറി. ദെൻ ആന്റിബയോട്ടിക് പോളിസി. ആന്റിബയോട്ടിക്കുകളുടെ പോളിസികളും കൃത്യമായിട്ട് ഒരു ഫാർമസിയിൽ സൂക്ഷിക്കണം. നമ്മൾ പൊതുവെ പറയാറുണ്ട് അല്ലെ, ആന്റിബയോട്ടിക്കുകൾ ഓടിപ്പോയി എഴുതില്ല ഡോക്ടേഴ്സ് അല്ലെ, അതൊരു കോഴ്സായിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൊ ആന്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും അത് ഉപയോഗിക്കാനും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ചില പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാനും അത് സെൽ ചെയ്യാനും അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി, ആന്റിബയോട്ടിക് പോളിസി. ഇത്രയും റെക്കോർഡുകളും രജിസ്റ്ററുകളുമാണ് നമ്മൾ ഇവിടെ സൂക്ഷിക്കുന്നത്, ഒരു ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്, ഇന്ത്യൻ റെസിപ്റ്റ് വൗച്ചർ, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്, എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, file of correspondence with the suppliers and unit, ledger account for remittance of vouchers, denunciation record of non-consumables and consumable, yearly stock confirmation record, hospital formulary and the antibiotic policy. Okay, ബിൽ കാർഡിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഒരു ഫാർമസിയില് സൂക്ഷിക്കുന്ന റെക്കോർഡുകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ രജിസ്റ്ററിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. എന്താണ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്? മരുന്നുകളുടെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് നോക്കാം സ്റ്റോറേജ്. സ്റ്റോറേജിന് പറയുന്നത് ആദ്യം കണ്ടോ, ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കേട്ടോ. അപ്പൊ ഓരോ മരുന്നുകളും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. എല്ലാ മരുന്നും ഒരേ രീതിയിലല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതും നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതും ഇൻഫ്ലേമബിൾ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും സ്റ്റോറേജ് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന് പറയുന്നത് ജനറൽ ഡ്രഗ്സ് ആണ് കേട്ടോ. പൊതുവായിട്ടുള്ള മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം എന്താണ് പറയുന്നത്? ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ജനറൽ ഡ്രഗ്സുകള് നമ്മൾ പൊതുവെ ഒരു ഫാർമസിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കേട്ടോ. അതായത് ഓരോ ക്യാബിനറ്റിലും ആൽഫബറ്റിക്കൽ ഓർഡറിൽ എയിൽ തുടങ്ങുന്ന മരുന്നുകൾ ജനറൽ ഡ്രഗ്സ് ആണ് കേട്ടോ. ജനറൽ ഡ്രഗ്സുകളാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ആ ഒരു ക്യാബിനറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് ബിൽ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. അണ്ടർലൈൻ ചെയ്യാം, നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ബിൽ കാർഡ് എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ഒരു ബിൽ കാർഡ് എന്താണ് കാണിക്കുന്നത്? സ്റ്റോക്ക് പൊസിഷൻ ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ബാലൻസ് എത്രയുണ്ട്, ഇനി എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ആദ്യം നമുക്ക് തരുന്നത് ബിൽ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക് അല്ലെ. എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ നമ്മൾ എവിടെ കീപ്പ് ചെയ്യണം? ബാക്കിലായിട്ടും. അതേസമയം എക്സ്പയറി ഡേറ്റ് കുറവുള്ള മരുന്നുകള് മുന്നിലായിട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ കൂടുതൽ കാലം എക്സ്പയറി ഡേറ്റ് ഉള്ളത് നമ്മൾ മുന്നിൽ കൊണ്ടുവച്ചാൽ ശരിയാവോ? ഇല്ല, അത് ബാക്കിൽ വെക്കാം. അതേസമയം പെട്ടെന്ന് എക്സ്പയറി ഡേറ്റ് കഴിയുന്ന മരുന്നുകൾ എപ്പോഴും ഫ്രണ്ടിലായിട്ട് വേണം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അടുത്തത് ഫിഫോ പ്രൊസീജിയർ ടു ബി ഫോളോഡ്.
FIFO എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന മരുന്നുകള് ഫസ്റ്റ് സെൽ ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം പർച്ചേസ് ചെയ്യുന്ന മരുന്നാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ സെൽ ചെയ്യേണ്ടത് അല്ലെ? ഓക്കെ, അതാണ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന മരുന്നുകള് അതാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? സെൽ ചെയ്യേണ്ടത് അല്ലെ? ദാറ്റ് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എവിടെയാണ്? ജനറൽ ഡ്രഗ്സിൽ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് the drugs should be used before the date of expiry. അതുപോലെ എക്സ്പയറി ഡേറ്റിന് മുൻപായിട്ട് തന്നെ മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുൻപ് മരുന്നുകൾ ഉപയോഗിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ? എപ്പോഴും എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ മരുന്നുകൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. ഇനി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളാണെങ്കിൽ അത് തോന്നിയ രീതിയിൽ കൊണ്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യരുത്. അത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് കൊണ്ടായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത് കേട്ടോ. ഡിസ്പോസ് ഒക്കെ ചെയ്യുന്നതിന് അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂളുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റൂളുകൾക്ക് അനുസരിച്ച് വേണം എക്സ്പയറി ഡ്രഗ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് ജനറൽ ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. പിന്നെ പിൻ കാർഡുകളിൽ പിൻ കാർഡ് എന്താണ് ഡെപിക്ട് ചെയ്യുന്നത്? സ്റ്റോക്ക് പൊസിഷൻ ആണ്. എപ്പോഴും എക്സ്പയറി ഡേറ്റ് കുറവുള്ള മരുന്നുകൾ ഫ്രണ്ടിലും എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ പുറകിലായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം. FIFO പ്രൊസീജിയർ ഫോളോ ചെയ്യാം. എക്സ്പയറി ഡേറ്റിന് മുൻപായിട്ട് മരുന്നുകൾ ഉപയോഗപ്പെടുത്താം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് കൊണ്ട് ഡിസ്പോസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല ടൈപ്പ് ഓഫ് ഡ്രഗ്സുകൾ ഉണ്ട്. എല്ലാം സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മൾ ഈ മരവിപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താണ് മരവിപ്പിക്കുന്നത്, തളർത്തുന്നതായിട്ടുള്ള മരുന്നുകളെയാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സ് പൊതുവേ നമ്മൾ ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ടർത്ഥമുണ്ട്. മെഡിസിൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഡ്രഗ് അടിക്കുക, ഡ്രഗ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ പറയുന്ന പോലെ നാർക്കോട്ടിക് അല്ലെ, ആ ടൈപ്പ് ഡ്രഗ്സ് ആണ്. അത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഡ്രഗ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. അത് നമുക്ക് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റു രീതിയിലും ഉപയോഗിക്കാം. അതാണ് ഡ്രഗ് എന്ന് നമ്മൾ പറയുന്നത്. മെഡിസിൻ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് തന്നെയാണ്? അത് മരുന്ന് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ അസുഖത്തിന് വേണ്ടി നമ്മളൊരു മീൻസ് അതിന്റെ ഒരു നല്ലൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ മെഡിസിൻ എന്ന് പറയുന്നത്. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ അല്ലേ എന്ന് ചോദിച്ചാൽ ഡ്രഗുകൾ നമുക്ക് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ അത് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ദോഷവശങ്ങളുണ്ട്. ഓക്കെ, മയക്കുമരുന്ന് കേട്ടോ, അത് തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നാർക്കോട്ടിക് ഡ്രഗ്സ്. പക്ഷെ അത് നമ്മൾ മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ അനസ്തേഷ്യ പർപ്പസിന് മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഭയങ്കരമായ പെയിൻ, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, മോർഫിൻ, അതൊക്കെ വളരെ ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഭയങ്കരമായ തീവ്രമായിട്ടുള്ള വേദനയൊക്കെ അവർക്ക് മാനേജ് ചെയ്യാനൊക്കെ മറ്റുമായിട്ടൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? നാർക്കോട്ടിക് ഡ്രഗ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്തരം മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ? നോക്കുക. There should be different special organization for narcotic drugs like morphine, pethidine, barbiturates കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം, കുറച്ച് നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ്. ഏതൊക്കെയാണ്? മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് കേട്ടോ. അപ്പോ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ഡിഫറെന്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഫാർമസിയിൽ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് പോലെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകളെ സൂക്ഷിക്കുന്നതിനായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് സംവിധാനങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. കാര്യം അത് മറ്റുള്ള മരുന്നുകൾ പോലെയല്ല, മിസ്യൂസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകള് പ്രത്യേകമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാബിനറ്റിലായിരിക്കണം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ ഫാർമസിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ
പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ് കേട്ടോ. ഒരു കൃത്യമായിട്ടുള്ള റെക്കോർഡ് അവിടെ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതിന്റെ നാർക്കോട്ടിക് ഡ്രഗ്സിന് മറ്റു മരുന്നുകളുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അത് വേണം. പക്ഷെ നാർക്കോട്ടിക് ഡ്രഗ്സുകളാകുമ്പോൾ ഒരു അറ്റ്മോസ്റ്റ് കെയർ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിങ്ങുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ഒരു ലോക്ക് ചെയ്ത് വെച്ച് ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യുക കേട്ടോ. ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എപ്പോഴും എന്താണ് ഇത്തരം മരുന്നുകൾ ലോക്ക് ചെയ്ത് വെച്ച് സൂക്ഷിക്കാൻ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നാർക്കോട്ടിക് ഡ്രഗ്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്ലെയിമബിൾ ഡ്രഗ്സ് കേട്ടോ. ഇൻഫ്ലെയിമബിൾ ഡ്രഗ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കേട്ടോ. അത്തരം മരുന്നുകൾ നമ്മൾ ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നോക്കാം. ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി ഹാൻഡിൽ തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. അതായത് ഈ സ്പിരിറ്റ്, ചില അനസ്തെറ്റിക് ഗ്യാസുകള്, മറ്റു പല കെമിക്കൽ മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്യാൻസറിനൊക്കെ മറ്റുപയോഗിക്കുന്ന അപ്പൊ അത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മരുന്നുകളുണ്ട് കേട്ടോ. അത്തരം മരുന്നുകൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സ് പോലെ തന്നെ ഇത്തരം മരുന്നുകൾക്ക് നമ്മൾ പ്രത്യേകമായിട്ടൊരു എൻക്ലോഷർ, ഡിഫറെന്റ് ആയിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇത്തരം മരുന്നുകൾക്കായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. ഓക്കെ, കാര്യം എന്താണ്, വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഈ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോട്ടൺ ഉപയോഗിച്ച് എടുത്ത് ഉടയ്ക്കും. സ്പിരിറ്റ് ആണ്. ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് ആണ്. നമ്മൾ ഈ സാനിറ്റൈസർ പോലൊരു സംഭവം പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഡ്രഗ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് ഇൻഫ്ലേമബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വളരെ സ്പെഷ്യൽ ആയിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻക്ലോഷർ എന്നൊരു ക്യാബിനറ്റിലായിരിക്കണം അവയെ സൂക്ഷിക്കേണ്ടത് കേട്ടോ. അതുപോലെ സഫീഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അതുപോലെ ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന ഇടങ്ങളില് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ സൗകര്യങ്ങൾ, അത്യാവശ്യത്തിന് വേണ്ട ഒരു വെന്റിലേഷനും, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ്, എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീപിടുത്തോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാല് അതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ അവിടെ എന്താണ് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് വരുന്നത് എക്സ്പോസ്റ്റ് ഫാൻസ് ഫോർ എയർ ടു പാസ് ത്രൂ ഇറ്റ്. അതുപോലെ നല്ലപോലെ എക്സ്പോസ്റ്റ് ഫാനുകൾ അവിടെ ഉണ്ടായിരിക്കുന്നു. ചെയറിനൊക്കെ നന്നായിട്ട് പാസ് ചെയ്യാൻ പാകത്തില് എക്സ്പോസ്റ്റ് ഫാനുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ്. ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെന്റിലേഷനും ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും എക്സ്പോസ്റ്റ് ഫാനുകളൊക്കെ അവിടെ ലഭ്യമാക്കിയിരിക്കണം. ഓക്കെ, ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തത് വരുന്നത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഇതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളാണ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുടെ പ്രത്യേകത എന്താണ്? ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, liver extracts that should be in store cold room between 15 degree എന്നാണ് കേട്ടോ. 15 degree Celsius to 20 degree Celsius ആണ്. അതായത് നമ്മൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏതൊക്കെ മരുന്നുകൾ ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് അവിടെ സൂക്ഷിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ആന്റിബയോട്ടിക്സ്, അതുപോലെ വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്, ഇങ്ങനെയുള്ള മരുന്നുകൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നോക്കിയേ? 15 degree Celsius എന്നാണ് കേട്ടോ. പെർസെന്റേജിന്റെ സിമ്പൽ അല്ലാട്ടോ. 15 degree Celsius to 20 degree Celsius. 15 തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ ആന്റിബയോട്ടിക്കുകളും വിറ്റമിനുകളും ലിവർ എക്സ്ട്രാക്റ്റുകളൊക്കെ സൂക്ഷിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാല് അത്രയും ടെമ്പറേച്ചർ റേഞ്ച് വരുന്നുള്ളൂ. ബാക്കി മുഴുവൻ തണുപ്പാണ്. ഓക്കെ, അപ്പൊ അത്രയും എങ്ങനെയാണ് ആ ടെമ്പറേച്ചർ റേഞ്ച് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. 15 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റേഞ്ചിലാണ് ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഇവയെല്ലാം സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് കൂടാതെ ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. ആ റൂമിൽ എന്തുണ്ടായിരിക്കണം? AC ഉണ്ടായിരിക്കണം. എയർ കണ്ടീഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. വിത്ത് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉൾപ്പെടെ അതിന് AC പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളാണല്ലോ. അതുപോലെ തന്നെ ഡ്രഗ്സിലായിട്ട് നോട്ട് ചെയ്യണം വാക്സിൻസ്, സെറം, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് അറ്റ്
2 degree to 8 degree Celsius in deep freezers or walk-in cooler. അതേസമയം വാക്സിനുകള്, സെറം, ഹോർമോണുകള്, ഇത്തരത്തിലുള്ള മരുന്നുകള് ഏറ്റവും ഡീപ്പ് ഫ്രീസ് ചെയ്ത് വേണം സൂക്ഷിക്കാൻ. അതായത് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 8 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് തീരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ്, ഫുൾ തണുപ്പാണ് അല്ലെ. ഡീപ്പ് ഫ്രീസറില് ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് വാക്സിൻസ്, സെറം, ഹോർമോൺസ് ഇവയെല്ലാം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യണം കേട്ടോ. ആന്റിബയോട്ടിക്, വിറ്റമിൻ, ലിവർ എക്സ്ട്രാക്ട് എത്രയാണ്? 15 തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡ്. അതേസമയം വാക്സിൻ, സെറം, അതുപോലെ തന്നെ ഹോർമോണുകൾ ഇതൊക്കെ എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ഡീപ് ഫ്രീസ് ചെയ്ത് നമ്മള് ഈ കുട്ടികൾക്കൊക്കെ വാക്സിൻ എടുക്കാൻ പോകുമ്പോ അംഗനവാടികളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വെള്ളിയാഴ്ച ദിവസം അല്ലെ എന്തുണ്ടാവാറുണ്ട്? നമ്മുടെ ഹെൽത്ത് സെന്ററിൽ വന്നിട്ട് വാക്സിൻ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ? കൊടുക്കാറല്ലേ? അങ്ങനെ ചെയ്യാറല്ലേ? അംഗനവാടികളിലൊക്കെ അവർ ഇന്ന ദിവസം ഒരു മാസത്തിന് ഏതെങ്കിലും ഇപ്പൊ വെച്ച് നിർത്തി വെള്ളിയാഴ്ച ഒരു സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അവിടുന്ന് വരാറുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അവര് വാക്സിൻ കൊണ്ടുവരുന്ന ചെറിയൊരു സ്യൂട്ട് കേസ് പോലെ ഒരു സംഭവത്തിലാണ് അവര് വാക്സിൻ കൊണ്ടുവരുന്നത്. കോൾഡ് സ്റ്റോറേജ് ആണ് ശരിക്കും കേട്ടോ. അപ്പൊ എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാണ് അവര് ചിലർക്ക് വെനസ്ഡേയാണ്. ഓക്കെ, അപ്പൊ അവര് ഒരു സ്യൂട്ട് കേസ് പോലെ ഒരു സംഭവത്തിലാണ് അവരിത് കൊണ്ടുവരുന്നത്, കുട്ടികൾക്കുള്ള വാക്സിൻ കൊണ്ടുവരുന്നത്. കോൾഡ് സ്റ്റോറേജ് ആണത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ വാക്സിൻ, സെറം, ഹോർമോൺസ് ഒക്കെ. പിന്നെ ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. അതുപോലെ കോൾഡ് സ്റ്റോറേജ് ബോക്സുകളില് നമ്മൾ കൃത്യമായിട്ട് ഡയൽ തെർമോമീറ്റർ, ഒരു ഉപകരണമാണ് ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഒക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ടെമ്പറേച്ചർ എപ്പോഴും അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. കാരണം ടെമ്പറേച്ചർ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം അല്ലെ ഇവിടെ. ഓക്കെ, ഇത്രയുമാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിൽ അറിയാനുള്ളത് കേട്ടോ. ഇവിടെ പഠിച്ച കാര്യങ്ങള് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്. ഈ പറയുന്ന ഓരോ ഡ്രഗ്സുകളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട രീതിയും വ്യത്യാസമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ എന്നാലും. ഓക്കെ ആണോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പറഞ്ഞാലോ? നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കേഷൻ പ്രൊസീജിയർ കേട്ടോ. മെഡിക്കേഷൻ പ്രൊസീജിയർ അതായത് നമ്മളൊരു ഹോസ്പിറ്റലില്, ഒരു ഫാർമസിയില് നമ്മളൊരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തുണ്ട് ആ മരുന്ന് ആ ഒരു പേഷ്യന്റിലോട്ട് എത്തുന്നത് വരെയുള്ള ആ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ അവിടെ പറയുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു ഇൻപേഷ്യന്റ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകള് എങ്ങനെയാണ് ഫാർമസി ത്രൂ ആയിട്ട് ആ ഒരു രോഗിയിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റെപ്സുകൾ, ആ ഒരു പ്രൊസീജിയർ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്ന കാര്യങ്ങളുള്ളൂ, എളുപ്പമാണ്. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ക്യാബിൻ ഓർ വാർഡ്. IPD എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ആ ഒരു മെഡിസിന്റെ ആ ഒരു മെഡിക്കേഷൻ മെത്തേഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നോക്കുക, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്, the nurses transcribe the prescription by the electronic machines onto the HIS. Okay. അപ്പൊ ആദ്യം എന്താണ്, ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് എഴുതും അല്ലെ. ഡോക്ടേഴ്സ് റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. ഇനി ഈ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ ആ നഴ്സസ് അല്ലെ, നഴ്സസ് എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും അല്ലെ. അതിനെ മാറ്റല്ല, ആ ഒരു പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് എന്തിലോട്ട് മാറ്റുകയാണ്? HIS സംവിധാനത്തിലോട്ട് മാറ്റുകയാണ്. HIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. അതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് കേട്ടോ.
സോഫ്റ്റ്വെയർ സംവിധാനമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കംപ്ലീറ്റ് എങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റത്തിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതായത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ അവർ പ്രിന്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലെ. അതെങ്ങനെ പ്രിന്റ് ചെയ്ത് തരുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ ഡോക്ടർ എഴുതിയ മരുന്നുകൾ, ഇപ്പൊ മെഡിക്കൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അതേ ഹാൻഡ് റൈറ്റിംഗിലുള്ള പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് കാണിക്കും. പക്ഷെ ഹോസ്പിറ്റലിൽ അങ്ങനെയാണോ? അല്ല. ഡോക്ടർ എഴുതുന്ന, അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്ന ആ പ്രിസ്ക്രിപ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതൊരു പ്രിന്റഡ് ഫോർമാറ്റിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ അത് മാറ്റുന്നത് എങ്ങനെയാണ്? നഴ്സസ് അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് HIS സിസ്റ്റത്തിലോട്ട്, അതായത് ഇലക്ട്രോണിക് മെഷീനുകളുടെ, മീൻസ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അത് HIS സംവിധാനത്തിലൂടെ, HIS എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് കേട്ടോ. വളരെ വലിയൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. അതിപ്പോ മരുന്നുകളുടെ കാര്യങ്ങൾ മാത്രമല്ല, ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് രോഗികൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനും, അപ്പൊ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും, അതുപോലെ അവരുടെ മെഡിസിൻസും അതുപോലെ ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് HIS എന്ന് പറയുന്നത്. ഈ HIS എന്ന് പറയുന്ന സംവിധാനത്തിന് ഫാർമസിക്കായിട്ട് തന്നെ പ്രത്യേകം സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ മരുന്നുകൾ എന്ത് ചെയ്യാണ്, ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ നഴ്സസ് എന്ത് ചെയ്യുന്നു, അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ HIS സോഫ്റ്റ്വെയറിലോട്ട്, HIS അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലോട്ട് നമ്മളത് എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്യാണ്. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്, ട്രാൻസ്ക്രൈബ് ചെയ്യാണ്. അതിനുശേഷം എന്താണ്, ഇത് നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, ഫാർമസിയിലോട്ടാണ് പോകുന്നത്. നമ്മൾ HIS കണക്ട് ചെയ്യുന്ന HIS ഫാർമസി സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മൾ അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്നത്. അപ്പൊ നേരെ പോകുന്നത് ഫാർമസിയിലോട്ടാണ്, മരുന്നുകൾ എത്തുന്നത് ഫാർമസിയിലോട്ടാണ്. അപ്പൊ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് by using electronic machine, nurses electronic request for the medicine onto a printed medication order sheet. ഇത് നേരെ പോകുന്നത് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ സിസ്റ്റത്തിലോട്ടാണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ടാണ്. അപ്പൊ ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഈ നഴ്സസിന്റെ ഇലക്ട്രോണിക് റിക്വസ്റ്റുകൾ, മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിസ്ക്രിപ്ഷൻസിനെ എന്ത് ചെയ്യും, പ്രിന്റഡ് ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ. പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റണം, പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, ഇനി എന്താണ്, ഡിസ്പെൻസർ ഫിസിക്കലി ഒബ്റ്റെയിൻ ദി മെഡിക്കേഷൻ ഫ്രം ദ ഷെൽഫ്. ഇവിടെ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെയാണോ എടുക്കുന്നത്? മീഡിയൻ അങ്ങനെയാണോ കൊടുക്കെടുക്കുന്നത്? ആണോ? അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്? ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മീഡിയൻ പിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണോ? അല്ല, പിന്നെ എങ്ങനെയാ? ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻസ് എന്നാണോ? ഒബ്റ്റെയിൻ മെഡിക്കേഷൻസ് ഫ്രം ദ ഷെൽഫ്സ് അല്ലെ, ടു ദ ഡിസ്പെൻസിംഗ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ. ഓക്കെ, അതാണ് എന്റെ കറക്റ്റ് കേട്ടോ. അതായത് എന്താ ചെയ്യുന്നത്, ഡിസ്പെൻസേഴ്സ് അല്ലെ, ദാറ്റ് മീൻസ് ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും, ഷെൽഫുകളിൽ നിന്നും ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ഷീറ്റ് നോക്കിയിട്ട് ഷെൽഫുകളിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു, മരുന്നുകൾ എടുക്കുന്നു അല്ലെ. മരുന്നുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അവർ ഡിസ്പെൻസിംഗ് ടേബിളിൽ കൊണ്ടുവയ്ക്കും അല്ലെ. അതിനോടൊപ്പം എന്തുണ്ടായിരിക്കും, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് എന്താണ്, then medicines should be kept in a small medication counter along with the printed medication order sheet. ഈ കൊണ്ടുവരുന്ന മെഡിസിൻസ് എല്ലാം തന്നെ ഒരു കാർട്ട്, ചെറിയൊരു എന്താ പറയാ, കാർട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ വെക്കും. അതിന്റെ കൂടെ ആ പ്രിന്റഡ് മെഡിക്കേഷൻ ഷീറ്റും കൂടെ അതിന്റെ ഒപ്പം വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടോ ഫാർമസിസ്റ്റ് അതിന് ട്രെയിൽ വെക്കുന്നു. then pharmacist cross check the medication. ഫാർമസിസ്റ്റുകൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും അല്ലെ, ആ മെഡിക്കേഷൻ ഷീറ്റിലെ പ്രകാരമുള്ള മരുന്നുകളാണോ, കറക്റ്റ് ആയിട്ടുള്ള ഡോസും കാര്യങ്ങളും എണ്ണമൊക്കെ ഉണ്ടോ എന്നുള്ളത് അവര് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു അല്ലെ. പിന്നെയോ ആഫ്റ്റർ വെരിഫൈങ് പ്രോപ്പർ ഡിസ്പെൻസിംഗ്, pharmacy aid bag all the medications into a bag. Patient buys and sticks to the medication order along with it. അതിനുശേഷം ക്രോസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാല്, പ്രോപ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാല് ഫാർമസി എയ്ഡ്, ദാറ്റ് മീൻസ് ഫാർമസിയിലെ സഹായം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്യും, ഈ പറയുന്ന എല്ലാ മെഡിസിൻസിനും ഓരോ സെപ്പറേറ്റ് ബാഗുകളിലാക്കും, ഓരോ പേഷ്യന്റ് വൈസ് ആയിട്ട് ബാഗുകളിലാക്കും. അതിന്റെ കൂടെ ആ ഒരു മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും കൂടെ വെച്ചിട്ടാണ് അത് കവറിലാക്കി വെക്കുന്നത്. ഓക്കെ, then labeling is also done if necessary. ആവശ്യമെങ്കിൽ ലേബലിങ്ങും അതിനോടൊപ്പം ചെയ്യും, ലേബൽ ചെയ്ത് വെക്കും.
ഇവിടേക്ക് ഏത് രോഗിക്കാണെന്നുള്ളത് കൂടെ അവിടെ പേരും എവിടെയാണ്, വാർഡിലാണോ റൂമിലാണോ ഇന്ന നമ്പർ റൂമാണ് എന്നുള്ളതൊക്കെ അവിടെ ലാബിൽ എഴുതി വെക്കും. ഓക്കെ, ആ രീതിയിലാണ് ആ ബാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് ബൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. അതിനുശേഷം അതത് ഫ്ലോറുകളില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ അടുക്കലേക്ക് ഈ പറയുന്ന മെഡിക്കേഷൻസ് എത്തിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയോ നഴ്സസ് റിസീവ് മെഡിസിൻ ഫ്രം ഫാർമസി എയ്ഡ് ആൻഡ് ചെക്ക് ദ ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ്. നഴ്സസ് എന്ത് ചെയ്യാണ്? ആ ഫാർമസി എയ്ഡിൽ നിന്നും മെഡിസിൻസ് റിസീവ് ചെയ്യുന്നു. അതിനുശേഷം അവരും ചെക്ക് ചെയ്ത് നോക്കും അല്ലെ, അതായത് ഇവരുടെ റിക്വയർമെന്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളത് നഴ്സും എന്ത് ചെയ്ത് നോക്കും? ചെക്ക് ചെയ്ത് നോക്കും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഗീവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നത്? മരുന്നുകള് കൊടുക്കുന്നു. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? വേറെ വലിയ തലപൊകയാൻ മാത്രമൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാണ്? ഡോക്ടർ ആദ്യം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും, നഴ്സ് എന്ത് ചെയ്യും? അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ HIS സംവിധാനത്തിലൂടെ, സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൂടെ എൻ്റർ ചെയ്യും. ഇത് നേരെ പോകുന്നത് ഫാർമസിയുടെ സോഫ്റ്റ്വെയറിലോട്ടാണ്, സിസ്റ്റത്തിലോട്ട് പോകുന്നു. ഫാർമസിയിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഫാർമസി അഡ്മിനിസ്ട്രേറ്റർ അതൊരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റുന്നു അല്ലെ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റുന്നു. ആ ഒരു ഓർഡർ ഷീറ്റിനനുസരിച്ചുകൊണ്ട് ഫാർമസിസ്റ്റുകള് ഈ പറയുന്ന ഷെൽഫുകളിൽ നിന്ന് മരുന്ന് കളക്ട് ചെയ്യുന്നു. ഡിസ്പെൻസിംഗ് ടേബിളിൽ ഒരു ട്രേയിലാക്കി അവർ വെക്കുന്നു. അതിനകത്ത് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും കൂടെ ഉണ്ടാവും. എന്നിട്ട് അവരത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അതിനോടൊപ്പം മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് വെച്ച് അതിന് സെപ്പറേറ്റ് ബാഗുകളിൽ സെപ്പറേറ്റ് കവറുകളിലാക്കും. എന്നിട്ട് അത് ഓരോ ഫ്ലോറിലും ഓരോ വാർഡിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു നഴ്സസിന്റെ പക്കലേക്ക് കൊടുത്തയക്കുന്നു. നഴ്സ് അത് റിസീവ് ചെയ്ത് അവരുദ്ദേശിച്ച അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത്തരം മെഡിക്കേഷൻസ് ആർക്ക് കൊടുക്കുന്നത്? പേഷ്യന്റിന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. എന്താണ് ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS? നമ്മൾ HIS-ലോട്ട്, അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെ. പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നഴ്സസ് ആണ് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇതിലോട്ട് മാറ്റുന്നത്. നമ്മുടെ ഇൻഫർമേഷൻ അല്ലെ, നമ്മുടെ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് വിടുന്നത് നഴ്സസ് ആണ് അല്ലെ. അപ്പോ അങ്ങനെ HIS-ലോട്ട് അത് എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിന് മുൻപ് അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡോക്ടർ എഴുതി തന്ന പാട് നേരിട്ട് HIS-ലോട്ട് നമ്മള് എന്താണ് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട, ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആര് ചെക്ക് ചെയ്യണം? നഴ്സ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാന്ന് നോക്കിയേ. ഒന്ന്, പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റിന്റെ ഐഡന്റിറ്റി നമ്പർ അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും പേഷ്യന്റിന്റെ ബെഡ് നമ്പർ കൃത്യമായിട്ട് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം. പേഷ്യന്റ് നെയിം, പേരുണ്ടായിരിക്കണം. അതുപോലെ ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഡോസ് എത്രയാണ് അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. അതുപോലെ നമ്മള് മരുന്നുകൾക്ക് നമ്മള് എന്താണ് ഫാർമസിയിലേക്ക് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതേ മരുന്നുകള്, അത്യാവശ്യം വേണ്ട മരുന്നുകള് ആരുടെ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം? പേഷ്യന്റിനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. മനസ്സിലായല്ലോ? അതായത് മരുന്നുകൾ നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം വേണ്ട മരുന്നുകളാണെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് അതിന് കുറച്ച് മരുന്നുകൾ പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് വേണം കൊടുക്കാൻ, ഫാർമസിയിലേക്ക് ഓർഡർ കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അല്ലാതെ തീരെ ഇല്ലാത്ത സമയത്തെല്ലാം ഫാർമസിയിലേക്ക് ഓടിപ്പോയി വാങ്ങേണ്ടത്. അത്യാവശ്യം വേണ്ട മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം, പേഷ്യന്റിന് വേണ്ടി വെച്ചിരിക്കണം. എന്നിട്ട് വേണം ഓർഡർ കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, അതുപോലെ തന്നെ നമ്മൾ ആ ഇന്റന്റ് കൊടുക്കുന്ന, ആ റിക്വസ്റ്റ് കൊടുക്കുന്ന ആ ഒരു പേപ്പർ അത് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും വേണം. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മളൊരു HIS-ലോട്ട് മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ ഫാർമസിയിലേക്ക് അയക്കുന്നതിന് മുൻപായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്: പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റ് ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്, ലാസ്റ്റ് ഇന്റന്റ് റിസീവ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സില് നമുക്കിനി പഠിക്കാൻ ചെറിയ രണ്ട് കാര്യങ്ങളും കൂടെ ഉള്ളൂ കേട്ടോ.
ഫിനാൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്, അതായത് ഒരു ഫാർമസിയിൽ പൊതുവെ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, പിന്നെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതും കൂടെ കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഈ ചാപ്റ്റർ തീർക്കാം. ഇന്നത്തെ നമ്മൾ പിന്നീട് എടുക്കുന്നത് പുതിയൊരു ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആയിരിക്കും കേട്ടോ. എനിക്കൊരു 4th ചാപ്റ്റർ ആണ് അല്ലെ. 4th ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആയിരിക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. HIS ഫുൾ ഫോം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടും ശരിയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, പണ്ടത്തെ പോലെ ഫയലുകളൊന്നും അല്ല. ഡോക്ടറെ തന്നെ നമ്മൾ കാണാതിരിക്കുമ്പോൾ ഡോക്ടറുടെ മുമ്പിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡോക്ടർക്ക് കിട്ടും അല്ലെ. എക്സ്റേ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എക്സ്റേ പോയി എടുക്കുമ്പോൾ നമ്മുടെ എക്സ്റേ നമ്മുടെ കയ്യിൽ കിട്ടുന്നേക്കാൾ മുമ്പ് ആരുടെ കയ്യിൽ കിട്ടും? ഡോക്ടറുടെ കയ്യിൽ കിട്ടും അല്ലെ. അങ്ങനെയല്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട്. ഒരു ഫാർമസിയിൽ പോകുമ്പോൾ അങ്ങനെയാണ് അല്ലെ. നമ്മൾ റെസിപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പേരടക്കം നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ മരുന്നുകളും അവർക്ക് ഫാർമസിയുടെ സിസ്റ്റത്തിൽ അവർക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ചാണ്. അപ്പൊ അതങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കുറേയും കൂടെ ആ വർക്ക് ഫ്ലോ കുറേയും കൂടെ സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പണ്ട് മാനുവലി ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പണ്ടാണെങ്കിൽ നമ്മൾ ഈ മരുന്ന് എഴുതി അതുകൊണ്ട് ഫാർമസിയിൽ കൊടുത്ത് അത് നോക്കി. ഇപ്പൊ അങ്ങനെയല്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, എല്ലാം മാനുവലി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ എന്താണ് ചെയ്തത്? കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. Thank you, ma'am.